ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 630 കിലോമീറ്ററോളം ഉണ്ട്. റോഡ് മാർഗം എത്താൻ ഏതാണ്ട് 12 മണിക്കൂറോളം വേണം. പക്ഷേ ഇനി ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിൽ 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് എത്താം. എത്ര സമയലാഭം! ദക്ഷിണേന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നു. ഹൈദരാബാദ് ചെന്നൈ ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയുടെ അന്തിമ അലൈൻമെൻറ്റ് തയ്യാറായിട്ടുണ്ട്. DPRൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അന്തിമ അലൈൻമെൻറ്റ് സൗത്ത് സെൻട്രൽ റെയിൽവേ തമിഴ്നാടിന് സമർപ്പിച്ചു. മാത്രമല്ല, സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി കൂടി തേടിയിട്ടുണ്ട്. അതിനർത്ഥം പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്നാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ DPR ആയി. തമിഴ്നാടിൻ്റെ ആവശ്യപ്രകാരം അലൈൻമെൻറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗുഡൂരിലൂടെ പോകുന്നതിന് പകരം തിരുപ്പതിയിൽ ഒരു സ്റ്റേഷൻ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തി. നിലവിലെ അലൈൻമെൻറ്റ് പ്രകാരം തമിഴ്നാട്ടിൽ 2 സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. ചെന്നൈ സെൻട്രലും മിഞ്ചൂരിനടുത്തുള്ള ചെന്നൈ റിംഗ് റോഡിൽ ഒരു പുതിയ സ്റ്റേഷനും ഉണ്ടാകും. കൂടാതെ പുതിയ വാണിജ്യ മൊബിലിറ്റി ഹബ്ബുകൾ സൃഷ്ടിക്കുന്നതിനായി ഓരോ സ്റ്റേഷന് ചുറ്റും ഏകദേശം 50 ഏക്കർ സ്ഥലം റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥല സർവേയുടെ കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാന ഉദ്യോഗസ്ഥരുമായി സംയുക്ത ഫീൽഡ് സന്ദർശനം നടത്തണമെന്നും റെയിൽവേ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സർവേ സമയബന്ധിതമായി ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നുണ്ട്. ഹൈസ്പീഡ് റെയിൽവേ പാത തമിഴ്നാട്ടിൽ 12 കിലോമീറ്റർ ദൂരം തുരങ്കത്തിലൂടെയാകും കടന്നു പോവുക. ഹൈദരാബാദിനെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന ദക്ഷിണ മേഖലയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന 2 അതിവേഗ പാതകളിലൊന്നാണ് ചെന്നൈ ഹൈദരാബാദ് ഇടനാഴി. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായി വളർന്നുവരുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് പുതിയ ഹൈസ്പീഡ് റെയിൽ ഇടനാഴി. മുംബൈ ഹൈദരാബാദ് പാതയ്ക്കപ്പുറം ഇന്ത്യയുടെ അതിവേഗ റെയിൽ പാത വികസിപ്പിക്കുന്നതിനുള്ള ദീർഘകാല ദേശീയ നീക്കത്തിൻ്റെ ഭാഗമാണിത്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പ്രധാനമാണ്. കാരണം തമിഴ്നാട്ടിലെ 61 കിലോമീറ്റർ ദൂരത്തിൽ 2 പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ വരുന്നുണ്ട്. സർക്കാർ കൺസൾട്ടൻസിയായ റൈറ്റ്സ് ലിമിറ്റഡ് നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയത്. ഈ പാതയ്ക്ക് 223.44 ഹെക്ടർ ഭൂമി ആവശ്യമാണ്. വനഭൂമി ഉൾപ്പെട്ടിട്ടില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. 65 റോഡുകളും 21 ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകളും ഈ അലൈൻമെൻറ്റിലൂടെ കടന്നുപോകുന്നു. നിർദ്ദിഷ്ട പാത പോണ്ടവാക്കം, തച്ചൂർ, വിച്ചൂർ, മാത്തൂർ, തൊണ്ടിയാർപേട്ട് പ്രദേശങ്ങളുൾപ്പെടെ നിരവധി വടക്കൻ ജനവാസ മേഖലകൾക്ക് സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത്.